ലോകോത്തരമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ദീർഘവീക്ഷണവും മൂല്യബോധവുമുള്ള അധ്യാപകരും മാനേജ്മെന്റും, ഉയർന്ന വിജയശതമാനം, ആകർഷകമായ പ്ലേസ്മെന്റ് റെക്കോർഡ്, വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് സഹായിക്കുന്ന സംരംഭകത്വ അന്തരീക്ഷം, അതിവിപുലമായ ലേഡീസ് ജെൻസ് ഹോസ്റ്റൽ സൗകര്യം എന്നീ ഘടകങ്ങൾ കൂട്ടിയോജിപ്പിക്കുമ്പോൾ അത് കാഞ്ഞിരപ്പള്ളിയിലെ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജായി മാറും. പഠിക്കാനായി ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നവയാണിതെല്ലാം. ഇതെല്ലാം ഒരുക്കി 2 ദശാബ്ദക്കാലമായി മികവുറ്റ എഞ്ചിനീയറിംഗ് തലമുറകളെ സൃഷ്ടിക്കുന്ന ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കാഞ്ഞിരപ്പള്ളിയിലെ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമുന്നത സ്ഥാനമാണ് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് ഇന്നുള്ളത്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ 2001-ൽ 4 ബാച്ചുകളായാണ് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചത്. കാഞ്ഞിരപ്പള്ളി എരുമേലി ശബരിമല ഹൈവേക്ക് സമീപമുള്ള കൂവപ്പള്ളിയിൽ ഇന്ന് കാണുന്ന വിശാലമായ ക്യാമ്പസ് 2003-ൽ കേന്ദ്രമന്ത്രി മുരളി മനോഹർ ജോഷിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരു എഞ്ചിനീയറിംഗ് സിറ്റി എന്ന കാഞ്ഞിരപ്പള്ളി രൂപത മുൻ അധ്യക്ഷൻ ബിഷപ്പ് മാർ മാത്യു അറക്കലിന്റെ ദീർഘവീക്ഷണത്തിലാണ് ഹരിതാപ പുതച്ചു നിൽക്കുന്ന 65 ഏക്കറിൽ മനോഹരമായ ഗ്രീൻ ക്യാമ്പസും കോളേജും സ്ഥാപിക്കുന്നത്. പഠനത്തോടൊപ്പം ഗവേഷണത്തിനും പ്രാമുഖ്യം നൽകുന്നതാണ് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ വിഷനെന്ന് കോളേജ് മാനേജറും കേരള കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ റെവറൻഡ് ഡോക്ടർ മാത്യു പായിക്കാട്ട് പറഞ്ഞു. അമൽജ്യോതിക്ക് ലഭിച്ച ഓട്ടോണമസ് പദവി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സഹായകമാകുമെന്നും തുടർന്നുള്ള ഭാവി പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം ഷെക്കിയാന ന്യൂസിനോട് വെളിപ്പെടുത്തി. 2023 ജൂലൈ മാസം 7-ാം തീയതിയാണ് ഞങ്ങൾക്ക് ഈ പദവി ലഭിച്ചത്. ഓട്ടോണമസ് സ്റ്റാറ്റസ് ലഭിച്ചത് UGCയിൽ നിന്നുള്ള അംഗീകാരം. യഥാർത്ഥത്തിൽ ഞങ്ങൾ 2019 മുതൽ ഇതിനു വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു. പക്ഷേ കൊറോണ പ്രശ്നത്തിൻ്റെ പേരിൽ 2 പ്രാവശ്യം അവർ നിയോഗിച്ച സമിതിക്ക് ഇവിടെ വന്ന് സന്ദർശനം നടത്താൻ സാധിക്കാതെ പോയി. അതുകൊണ്ടാണ് അതിന് മുമ്പുണ്ടായിരുന്ന പലർക്കും കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടാതെ പോയത്. അന്ന് കുറച്ചൊക്കെ വിഷമം തോന്നിയെങ്കിലും ഇപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ പ്രിപ്പയർഡാണ്. ഞങ്ങൾ പല കാര്യങ്ങളും വളരെ മിന്നലാണ്. അതുകൊണ്ട് ഈ പദവി, ഓട്ടോണമസ് പദവി കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ നടപ്പാക്കാൻ സാധിക്കും. പെട്ടെന്ന് മുകളിലേക്കും വീണ്ടും ഭാവിയിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു നല്ല ബോധ്യം, നല്ല ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇവിടെ 2-3 കാര്യങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത്, ഒന്ന് വിദ്യാഭ്യാസം, പഠനം ബേസിക്. പഠനത്തിന് ശേഷം ഒരു ഡിഗ്രി മേടിച്ച് പോകുന്ന അവസ്ഥയിൽ നിന്നും പഠനം റിസർച്ചിലേക്ക് പോകണം, റിസർച്ച് കണ്ടുപിടുത്തങ്ങളിലേക്ക് പോകണം, കണ്ടുപിടുത്തങ്ങളിലൂടെ ലഭിക്കുന്ന കാര്യങ്ങൾ ഇൻഡസ്ട്രി ബേസിൽ ഏതെങ്കിലും ഉപകരണങ്ങളായിട്ട് സമൂഹത്തിന് ഉപകരിക്കുന്ന വസ്തുക്കളായിട്ട് പ്രൊഡക്ട്സായിട്ട് പുറത്തു വരണം. ഇതാണ് ഞങ്ങളുടെ വിഷൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പഠനത്തോടൊപ്പം റിസർച്ചിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ലാബുകളൊക്കെ വളരെ മെച്ചപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ഐഡിയ ലാബുണ്ട്, അതുപോലെ 2 TBI 2 പലയിടത്തുമില്ല. 2 കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. അത് കേരളത്തിൽ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ 2 കേന്ദ്ര ഗവൺമെൻറ് TBI. അതുപോലെ ഞങ്ങളുടെ ലാബുകളെല്ലാം സുശക്തമാണ്. ഇൻഡസ്ട്രി ടൈപ്സ് ഞങ്ങൾക്കുള്ള പോലെ വേറെ ഒരു കോളേജിനും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ ഇതിൻ്റെ അവിടെ വളർത്തിക്കൊണ്ട് വന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസ് ഈ റിസർച്ച് രംഗത്ത് ഉള്ളതുപോലെ കേരളത്തിൽ ഒരു കോളേജിലും അതുപോലെ ഇത്രയും നമ്പേഴ്സ് ഈ റിസർച്ചിന് തലത്തിൽ ഇറങ്ങിക്കുന്നവരില്ല. ഞങ്ങൾക്ക് അവാർഡ് വരെ കിട്ടിയതാണ്. അവർ ഇങ്ങനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ മിക്കതും എവിടെയെങ്കിലും ചുമ്മാ ഇട്ടേച്ചങ്ങനെ പോവുക 4 വർഷത്തിന് ശേഷം. അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് അതങ്ങനെ ഇട്ടാൽ പോരാ, അത് പ്രൊഡക്റ്റായിട്ട് സമൂഹത്തിന് ഉപകരിക്കുന്നതായിട്ട് മാറണം. അതിനുവേണ്ടി ഞങ്ങളൊരു കമ്പനി രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുക. ആ കമ്പനിയിലൂടെ ഇത് പ്രൊഡക്ട്സായിട്ട് അധികം താമസിക്കാതെ വരും. അതുപോലെ കുട്ടികൾക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ ഇങ്ങനെ ഈ കമ്പനിയിൽ അല്ലെ TBIയിലൊക്കെ വർക്ക് ചെയ്ത് കുറച്ച് പൈസ ഒക്കെ അവർക്ക് ഉണ്ടാക്കാൻ, പേഴ്സണൽ മണി ഉണ്ടാക്കാനുള്ള അവസരം കൂടി ഞങ്ങൾ ഉണ്ടാക്കുക. ഇതെല്ലാം ഞങ്ങൾ മുന്നിലേക്ക് കണ്ടുകൊണ്ട് തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെ ഈ അമൽജ്യോതി കോളേജിൻ്റെ ക്യാമ്പസിൽ ഒരു ഇൻഡസ്ട്രി ഇതോടെ തന്നെ ഉണ്ടാകണമെന്നും പ്രൊഡക്ട്സ് ഉണ്ടാകണമെന്നും റിസർച്ച് ശക്തിപ്പെടുത്തണമെന്നും പേറ്റൻസ് കൂടുതൽ കിട്ടണമെന്നും ഒക്കെയുള്ള ആ ഒരു ചിന്തയോടുകൂടി ഞങ്ങൾ വളർന്നു വരുന്നത്. ആ സമയത്ത് ഈ ഒരു സ്റ്റാറ്റസ് കിട്ടിയത്, ഓട്ടോണമി കിട്ടിയത്
അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഞങ്ങൾക്ക് കുറച്ചൊരു സ്വാതന്ത്ര്യം കിട്ടുക. അപ്പോൾ നമ്മുടെ വിഷൻ നടപ്പാക്കുന്നതിന് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്ന അവസ്ഥയാണ് ഓട്ടോണമസ്. പക്ഷേ ഇവിടെ കൊണ്ട് നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഞങ്ങളുടെ ഭാവനയിലുള്ളത് ഈ NEPയുടെ പശ്ചാത്തലത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറണം, ഒരു ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആയിട്ട് മാറണം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ കിട്ടിയ ഒരു ദൈവാനുഗ്രഹമാണ്, ഒരു തലോടലാണ്. UGCയുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൽ നിന്നും ദൈവത്തിൽ നിന്നും കിട്ടിയ ഒരു പ്രത്യേക പ്രചോദനമാണ്. അതാണ് ഈ ഫസ്റ്റ് സ്റ്റേജ് ഓട്ടോണമസ് സ്റ്റാറ്റസ്. ഞങ്ങൾ ഭാവിയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഇപ്പോൾ തന്നെ തുടങ്ങി വെച്ച വേറെ ചില പ്രതലങ്ങളും കൂടിയുണ്ട്. ഉദാഹരണത്തിന് ഇൻ്റർനാഷണൽ തലത്തിൽ മറ്റ് യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള കൊളാബറേഷൻ. ഇപ്പോൾ തന്നെ 3 ഇൻ്റർനാഷണൽ കോളേജുകളുമായിട്ട് ഞങ്ങൾ MOU സൈൻ ചെയ്ത് കഴിഞ്ഞു. ഒന്ന് അമേരിക്കയിൽ, ഒന്ന് യൂറോപ്പിൽ, ഒന്ന് ജർമ്മനിയിൽ, ഒന്ന് പോളണ്ടിൽ. അതുവഴി ഇവിടുത്തെ ഫാക്കൽറ്റിക്ക് അവിടെ പോയി പഠിപ്പിക്കാനും അതുകൊണ്ട് എക്സ്ചേഞ്ച് ഓഫ് ഫാക്കൽറ്റി, എക്സ്ചേഞ്ച് ഓഫ് സ്റ്റുഡൻസ്, അതുപോലെ ഇൻറ്റേൺഷിപ്പ്, അതുപോലെ ഇൻഡസ്ട്രി ടൈപ്സ്, ഇതെല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടി ഈ ഒരു സ്റ്റാറ്റസ് ലഭിച്ചതോടുകൂടി. കോളേജിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകളെ വളർത്തുന്നതിനുള്ള ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിൽ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും നേതൃത്വം നൽകുന്ന 33 കമ്പനികളുണ്ട്. ഒരു കമ്പനിക്ക് 12 കോടിയുടെ വാർഷിക വിറ്റുവരവും 3 കമ്പനികൾക്ക് 1 കോടിയുടെ വാർഷിക വിറ്റുവരവുമുണ്ട്. കൂടാതെ കാർഷിക മേഖലയിലടക്കം നിരവധി ഉൽപ്പന്നങ്ങൾ ഇതിനോടകം അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് കണ്ടെത്താനായി. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അംഗീകാരവും NBH അക്രഡിറ്റേഷനുമുള്ള കോളേജിൽ നിലവിൽ 3162 വിദ്യാർത്ഥികളും 257 അധ്യാപകരും 108 അനധ്യാപകരുമുണ്ട്. ഷെഗ്യാന ന്യൂസ്, കോട്ടയം.